ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. പോകുന്നത് ലെവൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. മാർക്കറ്റ് ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ, സമയം 9:16 ആയിട്ടുള്ളൂ. പോകുന്നത് ലെവൽസ് നോക്കുകയാണെങ്കിൽ ആദ്യം അപ്സൈഡ് ലെവൽ ഇവിടെ നിന്ന് ടാപ്പ് ചെയ്യില്ല. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഇതുവരെ ലിക്വിഡിറ്റി ഏരിയ ഒന്നും ടാപ്പ് ചെയ്തില്ല. ഇനി തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയ നോക്കുകയാണെങ്കിൽ ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ഇവിടെ ആണുള്ളത്. അവിടെ ജസ്റ്റ് ഒരു ലൈൻ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴെ ഏതെങ്കിലും ലെവൽ ടാപ്പ് ചെയ്യാൻ നോക്കാം. ഇനി താഴെയുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ഈ ഒരു ലെവലിലാണ്. അത് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അതിൽ ഏറ്റവും തൊട്ടടുത്തുള്ള ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഇതും അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഇതുമാണ്. താഴത്തുള്ളത് 23,423.15, മേലുള്ളത് 23,694.5. അപ്പോൾ അതിലേതെങ്കിലും ഒരു ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു എൻട്രി നോക്കാം. എന്തായാലും താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ടാപ്പ് ചെയ്യാനാണ് ചാൻസ് കൂടുതലെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേതെങ്കിലും ഒരു ലെവൽ ടാപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ പറയാം. പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ ചാർട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിഫ്റ്റിൻ്റെ ചാർട്ടാണിത്. ഇത് ഫ്യൂച്ചറിൻ്റെ ചാർട്ട്. ഇതിനെ താഴെയുള്ള ലെവൽ ടാപ്പ് ചെയ്യുമ്പോൾ ഏത് സ്ട്രൈക്കായിരിക്കും എടുക്കുക നമുക്ക് നോക്കി നോക്കാം. ഇത് ടാപ്പ് ചെയ്യണമെങ്കിൽ 23,400. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ആണല്ലോ. ഓക്കെ, അപ്പോൾ 23,400 അല്ലെങ്കിൽ 350 എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് പോയി. ഇപ്പോൾ തൽക്കാലം നമുക്കിവിടെ 23,400 സെലക്ട് ചെയ്ത് വെക്കാം. ഇനി വല്ലാണ്ട് താഴേക്ക് വന്നിട്ട് എൻട്രി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് സെലക്ട് ചെയ്യാം. അതല്ല മേലേക്ക് പോയിട്ടാണെങ്കിൽ 450 ഒക്കെ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. എന്തായാലും തൽക്കാലം ഈ ഒരു റേഞ്ചിൽ തന്നെ എൻട്രി കിട്ടുകയാണെങ്കിൽ, അതായത് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ എൻട്രി കിട്ടുകയാണെങ്കിൽ 23,400 നമുക്ക് എടുക്കാം. 23,400 പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ചാർട്ടും കാര്യങ്ങളും എല്ലാം കൂടെ റെഡിയായി ആക്കി വെച്ചിട്ടുണ്ട്. ഫ്ലാറ്റ് ആയിട്ടും ഫുള്ള് റെഡിയാണ്. ഫ്ലാറ്റ് റൈഡിൽ ഞാൻ ചാർട്ടും കാര്യങ്ങളൊന്നും നോക്കില്ല. എൻ്റെ ചാർട്ടൊക്കെ വളരെ മോശമാണ്. അതിൽ ജസ്റ്റ് എൻട്രി എടുക്കൽ മാത്രമേ ഉള്ളൂ. അത് ഫോണിലാണ് എടുക്കൽ. എൻട്രി എടുക്കുന്നു, എക്സിറ്റ് അടിക്കുന്നു, അത് മാത്രമേ ചെയ്യുള്ളൂ. വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കില്ല. സീറോ ബ്രോക്കറേജ് ആയിട്ടുള്ള ബ്രോക്കർ ആയതുകൊണ്ട് അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇതിനുണ്ട്. ചാർട്ടൊക്കെ വളരെ മോശമാണ്. സോ ജസ്റ്റ് എൻട്രി എടുക്കുന്നു, എക്സിറ്റ് അടിക്കുന്നു, അത് മാത്രമേ ഇതിൽ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ചാർട്ടും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാണ്. ഇനി ഇത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം. നമ്മുടെ 50 മിനിറ്റ് IDXും കാര്യങ്ങളൊക്കെ ടാപ്പ് ചെയ്തിട്ട് ഒരു എൻട്രി വരുന്നുണ്ട് നിഫ്റ്റിയിൽ. ഓക്കെ, ഒരു ലെവൽ സ്പോട്ട് ചാർട്ടിൽ ടാപ്പ് ചെയ്തിട്ട് പക്ഷേ എൻട്രി എടുത്തില്ല. ഫ്യൂച്ചറിൻ്റെ മൊമെൻറ്റും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു എൻട്രിയാണ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഫോണിലാണ് എടുത്തത്. ഞാനിവിടെ ഫ്ലാറ്റ് റൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചാൽ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുമ്പം എടുത്തൊരു എൻട്രിയാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഓർഡറിൽ പോയി നോക്കിയാൽ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ബൈ ചെയ്ത് 168.7 ടാർഗറ്റ് 218.7, 50 പോയിൻറ്റ്സാണ് ടാർഗറ്റ് സെറ്റ് ചെയ്ത്. അതിൻ്റെ മുന്നേ സ്വിംഗ് ഹൈ തട്ടുകയാണെങ്കിൽ അവിടെ ഇറങ്ങും, അതല്ലെങ്കിൽ 50 പോയിൻ്റ് അടിച്ചോട്ടെ. പിന്നെ SL ആസ് യൂഷ്വൽ 6 പോയിൻ്റ് തന്നെ. അപ്പോൾ എന്തായാലും ട്രേഡ് റൺ ചെയ്യുന്നുണ്ട്. ചെറിയൊരു പച്ചയിലാണ്. അപ്പോൾ ഒന്ന് പറയാനായിട്ടില്ല, ഒരു ബ്രേക്ക് ഈവൻ തന്നെയാണ് ഇപ്പോഴും. എന്തായാലും നമുക്ക് നോക്കാം, ടാർഗറ്റ് അടിക്കുക SL അടിക്കുക എന്താണെന്നുള്ളത്. അതിൻ്റെ ടാർഗറ്റ് ഏരിയ എവിടെയാണ്, SL ഏരിയ എവിടെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ SL എന്തായാലും 6 പോയിൻറ്റ് ഫിക്സഡ് ആണ്. ടാർഗറ്റ് ഇതിൽ പ്രീമിയത്തിൽ 50 പോയിൻറ്റ്സ് ആണ്. എൻട്രി എടുത്ത ഏരിയ 168.7 168.4. കുറച്ചൊന്ന് മേലെ കയറ്റി വെക്കാം. 168.7 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലാണ് നമ്മൾ കറക്റ്റ് എൻട്രി വന്നത്. SL 6 പോയിൻ്റാണ്. 6 പോയിൻ്റ് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരും SL. ഇനി ടാർഗറ്റ് പ്രീമിയത്തിൽ സെറ്റ് വെച്ചത് 50 പോയിൻറ്റ്സ് ആണ്. 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം ഏകദേശം ടാർഗറ്റ് 50 പോയിൻറ്റ്സ് വരുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് വരും. ഇപ്പോൾ ചെറിയ ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. SLൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇനി ഇതിലുള്ള ഇത് നോക്കിയാൽ നമുക്ക് സ്പോട്ട് ചാർട്ടിലും ഫ്യൂച്ചറിലുള്ള ടാർഗറ്റ് ഏരിയ, അതായത് സ്വിംഗ് ഹൈ. അപ്പോൾ സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൊമെൻറ്റം കാണുന്നുണ്ട് ഇതിൽ. അതായത് ഇതിൽ ഫ്യൂച്ചറിലും സ്പോട്ടിലും റെഡ് കാണിക്കുമ്പോഴും പ്രീമിയത്തിൽ ഒരു ഗ്രീനാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിലെ ടാർഗറ്റ് ഒന്ന് നോക്കി വെക്കാം. ടാർഗറ്റ് ഏരിയ സ്പോട്ട് ചാർട്ടിൽ ടാർഗറ്റ് വെക്കാൻ പറ്റിയൊരു നല്ലൊരു സ്വിംഗ് ഹൈ ഇവിടെ ഉണ്ട്. 1 മിനിറ്റിലുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. പക്ഷേ അവിടെ 75 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 75 പോയിൻ്റ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. 30 പോയിൻറ്റ്സ് 50 പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. SL ഇതിൻ്റെ ചാർട്ടിൽ 12 പോയിൻ്റ് ആയിരിക്കും ഏകദേശം വരാം. കാരണം പ്രീമിയത്തിൽ 6 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഏകദേശം ഇതിൽ വരും. ATM ആണല്ലോ സ്ട്രൈക്ക് എടുക്കുന്നത്. ഇനി ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ എൻട്രി ഏകദേശം ഈ ഒരു ഏരിയ എന്നൊക്കെ തന്നെയാണ്.
ഇനി അതിൽ SL ഏകദേശം 12 പോയിൻ്റ് തന്നെ ആയിരിക്കും, അതും 12 കൊണ്ടുവെക്കാം. SLക്ക് നല്ല രീതിക്ക് വരുന്നുണ്ട്, ഇതൊക്കെ വെക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ടാർഗറ്റ് അതേ മറ്റേ നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത സെയിം ഏരിയയിലുള്ളൊരു സ്വിങ് ഹൈ ഫ്യൂച്ചറിലും ഉണ്ട്, അവിടെ ടാർഗറ്റ് കൊണ്ടുവെക്കാം. നമുക്ക് ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ടാർഗറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് ഇതിലേതാണോ ആദ്യം ടാപ്പ് ചെയ്യണം അതിലായിരിക്കും എക്സിറ്റ് അടിക്കാം. ഒന്നെങ്കിൽ സ്പോട്ടിൽ ആ ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ എക്സിറ്റ് അടിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഹൈ മാർക്ക് ചെയ്ത് വെച്ചാൽ ടാർഗറ്റ് ചെയ്ത് ടാപ്പ് ചെയ്യുമ്പോൾ എക്സിറ്റ് അടിക്കും. അതും അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഇതിൽ ഇവിടെ SL അടിച്ചിട്ടുണ്ട്, പക്ഷേ ഫ്യൂച്ചറും പ്രീമിയം നല്ല രീതിയിൽ കട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമോ മേലേക്ക് പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും നിലവിലിപ്പം നല്ലൊരു മൂവ്മെൻ്റ് മേലെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 രീതിയിലാണ് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ സ്പോട്ടിലോ ആ ഒരു ടാർഗറ്റ് ഏരിയ ടാപ്പ് ചെയ്യുമ്പം, അതല്ല അതിൻ്റെ മുന്നേ നിഫ്റ്റീൻ്റെ ഇതിൽ നമ്മളെടുത്ത പ്രീമിയത്തിൽ 50 പോയിൻ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സിറ്റ് ആവും. അപ്പോൾ ആ 3 ഏതാണോ ഫസ്റ്റ് അടിക്കുന്നത് ആ സമയത്ത് എക്സിറ്റ് ആയിട്ട് ഞാൻ കാണിക്കാം. ഇനി അതല്ല താഴേക്കാണ് വരുന്നുണ്ടെങ്കിൽ SL അടിക്കും, അത് വേറെ. ഇതിൻ്റെ വരവ് കണ്ടിട്ട് മിക്കവാറും ഈ ലാസ്റ്റ് പറഞ്ഞ കേസായിരിക്കും നടക്കാൻ തോന്നുന്നത്, കാരണം ഡേലോ വീണ്ടും എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ SL അടിക്കാനുള്ള പ്രോബബിലിറ്റി ആണ് കൂടുതലെന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ്. ഓക്കെ, SL അടിച്ചിട്ടുണ്ട് ആ ട്രേഡ്. ഇവിടെ കാണാം കറക്റ്റ് 900 റുപ്പീസാണ്. സാധാരണ ചെറിയ സ്ലിപ്പേജൊക്കെ വരലുണ്ട്, ഇതിൽ തീരെ സ്ലിപ്പേജ് വന്നില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാം. കറക്റ്റ് 900 റുപ്പീസ്, കറക്റ്റ് ആ ടിപ്പിലാണ് SL അടിച്ചത്. ഇതിൽ കാണാം കറക്റ്റ് ആ ഒരു ടിപ്പിൽ SL അടിച്ചിട്ട് കയറി അങ്ങ് പോകുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ, അതല്ല വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ വരട്ടെ. എന്തായാലും നമ്മളെ ഫസ്റ്റ് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വന്നു, അതെടുത്തു, അത് SL അടിച്ചു. ഇനി SL ടിപ്പിലടിച്ച് മേലേക്ക് പോയി അല്ലെങ്കിൽ SL അടിച്ച് വീണ്ടും താഴേക്ക് പോയി, എന്തായാലും നമുക്ക് വിഷയമല്ല. ഇനി എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ഹയർ ടൈം ഫ്രെയിം ലെവൽ ടാപ്പ് ചെയ്തിട്ട് അവിടുന്ന് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടണം. അപ്പോൾ അങ്ങനെ ഹയർ ടൈം ഫ്രെയിം IDX കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വെക്കാം. ആ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പം പിന്നെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എൻട്രി ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ഒന്നും എടുക്കുകയില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, പുതിയൊരു ഹയർ ടൈം ഫ്രെയിം ലെവലൊക്കെ ടാപ്പ് ചെയ്യട്ടെ. വേറെ കുറച്ച് ഹയർ ടൈം ഫ്രെയിം ലെവൽസൊക്കെ ടാപ്പ് ചെയ്തിരുന്നു ഈ നിഫ്റ്റിയിൽ താഴേക്ക് വരുന്ന സമയത്ത്. പ്രീവിയസിൽ ഉണ്ടാക്കിയ അല്ല, ഇവിടെ ഉള്ള ടാപ്പ് ചെയ്തില്ല, ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഹയർ ടൈം ഫ്രെയിം ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ, പിന്നെ ഇവിടെയൊക്കെ പക്ഷേ ടാപ്പ് ചെയ്ത് കുറേ ടൈം കഴിഞ്ഞാൽ 15 മണിക്കൊക്കെയാണ്. അതല്ല 5 മിനിറ്റ് ആണ് തോന്നുന്നു ടാപ്പ് ചെയ്ത്, ജസ്റ്റ് നോക്കിക്കോട്ടെ. ഓക്കെ, 5 മിനിറ്റ് ലിക്വിഡിറ്റി ആയിട്ടാണ് ഇതിന് ടാപ്പ് ചെയ്തിരുന്നത്. ഈ ഏരിയയിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്, അതൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് മൊമെൻറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല, അതേപോലെ പ്രോപ്പർ ട്രേഡും കിട്ടിയില്ല. ഇന്ന് ആകെ രാവിലെ എടുത്ത ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. അതായത് രാവിലെ ഒരു 9:30 ആയപ്പോൾ ട്രേഡ് എടുത്ത് 9:39 40 എടുത്ത് 42 തന്നെ 9:45 തന്നെ നമ്മൾ SL അടിച്ചിട്ട് അതിനുശേഷം ഇത്രയും നേരം പറഞ്ഞാൽ ഇത്രയും നേരമല്ല, ഒരു 3 മണി വരെയൊക്കെ നോക്കിയിരുന്നിനി. ഓക്കെ, അപ്പോൾ അത്രയും ടൈം മാർക്കറ്റ് നോക്കിയിരിക്കുകയാണ് ഇനി. പക്ഷേ പ്രോപ്പറായിട്ട് എന്തൊന്നും കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയിട്ട് വലിയ കാര്യം ഉണ്ടോ തോന്നില്ല, കാരണം അത്രയും കൺസോളിഡേറ്റിംഗ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. നോക്കി മനസ്സിലായി. ഇന്ന് 10 മണിക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് രാവിലെ ചെറിയൊരു മോട്ടം താഴേക്ക് വന്നിരിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ഇന്ന് മൊത്തത്തിൽ ഇങ്ങനെ അരിച്ചരിച്ച് നിൽക്കുകയാണ്. ഇനി പ്രോപ്പറായിട്ടുള്ള ഒരു മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നില്ല. സോ അങ്ങനത്തെ മാർക്കറ്റിൽ ഏറ്റവും നല്ലത് ട്രേഡ് എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ലോസ് ഇങ്ങനെ കുറഞ്ഞിരിക്കും. അതിപ്പോൾ ഒരു SL പറഞ്ഞാൽ വളരെ കുറവാണ്. എനിക്ക് കഴിഞ്ഞ ടാർഗറ്റ് 1:10 ആണ്, 9000 റുപ്പീസാണ് ഇതിന് കഴിഞ്ഞ ട്രേഡിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ലോസ് വരുമ്പോൾ അങ്ങനെ ചെറിയ ലോസിൽ ഒതുക്കുക, അതേമാതിരി പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കാനും നോക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് അതായത് നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ്സ് എടുക്കുക. അങ്ങനെ നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ്സ് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയ പ്രോഫിറ്റ്സ് നഷ്ടപ്പെടാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതായത് ഓവറോൾ നമുക്ക് പ്രോഫിറ്റിൽ പോകാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റ്സ് എന്തായാലും കിട്ടും, എല്ലാവർക്കും കിട്ടും പ്രോഫിറ്റ് മാർക്കറ്റിൽ നിന്ന്. പക്ഷേ ആ പ്രോഫിറ്റ് നഷ്ടപ്പെടാതെ നോക്കലാണ് ശരിക്കുള്ള സ്കില്ല് എന്ന് പറഞ്ഞത്. നമ്മൾ ഓവർ ട്രേഡ് ചെയ്തിട്ടോ റിവെഞ്ച് ട്രേഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നമ്മളെ റൂൾ പ്രകാരമുള്ള അല്ലാത്ത റൂളൊക്കെ തെറ്റിച്ചിട്ടുള്ള ട്രേഡ് എടുത്തിട്ടോ അങ്ങനെയൊക്കെ ട്രേഡ് എടുക്കുന്ന സമയത്താണ് ആ പ്രോഫിറ്റ്സൊക്കെ നഷ്ടപ്പെടുക. അപ്പോൾ കുറച്ച് കാലം ട്രേഡ് ചെയ്തിട്ടുള്ള ആരാണെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും, എന്തായാലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടുന്ന സംഭവം ട്രേഡിങ്ങിൽ, അങ്ങനെ വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ആ പ്രോഫിറ്റ്സ് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മന്ത് എൻഡിൽ നോക്കുന്ന സമയത്ത് ആ പ്രോഫിറ്റ്സ് അതേപോലെ നിൽക്കണേ, അല്ലെങ്കിൽ കുറച്ച് കുറയും എന്തായാലും, കാരണം SL എന്തായാലും നമുക്ക് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് കുറഞ്ഞിട്ട് ഓവറോൾ പ്രോഫിറ്റ് തന്നെ നിൽക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ്സ് മാത്രം എടുക്കുക, പ്രോപ്പർ സെറ്റ് പ്രകാരമുള്ള ട്രേഡ്സ് മാത്രം എടുക്കുക. അങ്ങനെയുള്ള SL വരുമ്പോൾ ചെറിയ SL വരുള്ളൂ, കാരണം നമ്മൾ പ്ലാൻ ചെയ്യണ്ടല്ലോ ലോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ലോസുകൾ മാത്രം വരുത്താൻ നോക്കുക മാർക്കറ്റിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് കൊള്ളാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ, എല്ലാ ഡീറ്റെയിൽസും കിട്ടിയായിരിക്കും. പിന്നെ ഇപ്പം പുതിയൊരു പ്ലാൻ എന്ന് വെച്ചാൽ ബിറ്റ്കോയിനിൽ കുറച്ച് ബാക്ക് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ബിറ്റ്കോയിനിലേക്ക് ഇറങ്ങാനുള്ളൊരു പരിപാടി ഉണ്ട്.
ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ട് ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാൻ പോവാണ്. കാരണം ലൈവ് ട്രേഡിങ്ങിനും മറ്റേനൊക്കെ ഇതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഫുള്ള് ബാക്ക് ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിറ്റ് കോയിനിൽ. അതിലൊരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ട് അതിലേക്ക് ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്തായാലും ഞാൻ വരുന്ന വീഡിയോസിൽ പറയും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ട്രേഡ് ഒരു ഒറ്റ ട്രേഡാണ്. അത് SL അടിച്ച് അത് നല്ല വൃത്തിക്കുള്ളൊരു SL ആണ്. കറക്റ്റ് 900 റുപ്പീസാണ് ലോസ് വന്നത്. തീരെ സ്ലിപ്പേജും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഓക്കെ, സോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.